ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. വർഷങ്ങളുടെ പഴക്കമുണ്ട്, അറിയാലോ. എനിക്ക് 45 വയസ്സ്. അതായത് ഞാൻ ജനിച്ച് 40ാമത്തെ ദിവസമാണ് ഈ വീട്ടിൽ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച് വളർന്ന് കളിച്ച വീടാണ്. അപ്പം ഇതൊന്നും പറയാനില്ല, ബാക്കി കാര്യങ്ങൾ അതേപോലെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഈ വീടിന് വരുത്തിയിട്ടില്ല. പിന്നെ ഏട്ടൻ്റെ കല്യാണം അടുപ്പിച്ചിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ വീടിന് വരുത്തിയിട്ടുണ്ട്. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. നിലമൊക്കെ ഒന്ന് മാറ്റി, പണ്ട് സിമൻ്റ് ആയിരുന്നു, അതൊന്ന് ടൈൽസ് ഇട്ടു. അങ്ങനെ ചെറിയ മാറ്റങ്ങളെ ഈ വീടിന് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. വീടിൻ്റെ വലിപ്പമല്ല, ആണോ? അല്ല, ചെറിയൊരു വീടാണ്. പക്ഷേ ഞങ്ങളുടെ സ്വർഗ്ഗമായിരുന്നു. ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ കൂടെ ഉള്ള കളിച്ച് വളർന്ന ഞങ്ങളുടെ സ്വർഗം. അപ്പോൾ ആ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഗ്രിൽസൊക്കെ അടുത്ത് വെച്ചതാണ് കേട്ടോ. അച്ഛൻ മരിച്ച ശേഷമാണ് ഈ വാതിലൊക്കെ വെച്ചത്. കാരണം അമ്മ തനിച്ചായപ്പോൾ വെച്ചതാണേ. പിന്നെ അമ്മ വായനയാണേ, ഭഗവത്ഗീത വായിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അമ്മേൻ്റെ സ്ഥിരം പരിപാടി. പിന്നെ ഇത് അച്ഛൻ കണ്ടില്ലേ, അനന്തശയനം. ഇത് അച്ഛൻ തിരുവനന്തപുരത്ത് ജോലിയുള്ള സമയത്തേ വാങ്ങിയതാണ്. അതിൻ്റെ കളറൊക്കെ മങ്ങി, എങ്കിലും ഞങ്ങൾക്കിത് ഇവിടുന്ന് മാറ്റാൻ തോന്നുന്നില്ല. എത്രയായത് 10-30 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ ഭഗവാന്റെ ഇത്. ഇന്ന് വരെ ഇത് ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടില്ല. ഇത് ഉമ്മറാണ് കേട്ടോ, കണ്ടതല്ലോ. ഇത് ഉമ്മറം. ഈ ഉമ്മറത്തുനിന്ന് നേരെ കയറുക ഞങ്ങൾ പറയുന്ന കണ്ണാടി വെച്ച അകന്നാണ് പണ്ടേ പറയുക. ചെറിയൊരു റൂമിലേക്ക് കയറുന്നത് ഇതാണ് ഈ കണ്ണാടി. പണ്ട് ഇത് കണ്ണാടിയല്ല, ഇപ്പോൾ കുറച്ച് മോഡേൺ കണ്ണാടിയായി. പണ്ട് പഴയ ഒരു കണ്ണാടി, അതുകൊണ്ട് ഞങ്ങൾ കണ്ണാടി വെച്ച അകന്ന് പറയും. പിന്നെ ഇതെൻ്റെ അച്ചമ്മയാണ് കേട്ടോ. അച്ചമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. ഈ പറഞ്ഞ പോലെ 10-32 വർഷങ്ങളായി അച്ചമ്മ മരിച്ചിട്ട്. പിന്നെ ഇത് എൻ്റെ അമ്മമ്മയാണ്. അമ്മമ്മ മരിച്ചിട്ട് ഒരു 53-54 വർഷമായി. അമ്മ എനിക്ക് തന്നെ 16 വയസ്സോ 13-14 അങ്ങനെ എന്തോ വയസ്സുള്ളപ്പോഴാണ് അമ്മമ്മ മരിച്ചത്. 19 കൊല്ലമായി എന്തായാലും മരിച്ചിട്ട്. പിന്നെ ഇത് അതേപോലെ പണ്ടത്തെ ക്ലോക്കാണ് കേട്ടോ. ഒരു 50 വർഷം പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ജനിച്ച് വളർന്ന് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഈ ക്ലോക്ക് ഇവിടെ കാണാനുണ്ട്. ഇതിൽ ബാറ്ററി അല്ല, ഇങ്ങനെ നമ്മൾ കീ കൊടുത്തിട്ട് അങ്ങനെയാവും കേട്ടോ. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക്. പിന്നെ ഈ അകത്തുനിന്ന് കയറുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ. വലിയ വലുപ്പമൊന്നുമില്ല, പഴയ മോഡൽ വീടാണ്. അപ്പോൾ വലിയ വലുപ്പവും കാര്യങ്ങളൊന്നും ഈ ബെഡ്റൂമിന് ഉണ്ടാവില്ല. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുക ഇവിടെ ഞങ്ങൾ പറയുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. പിന്നെ ഒരു അലമാര വെച്ചിട്ടുണ്ട് ഇവിടെ. പഴയ ഒരു ഇതായിരിക്കും കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ തട്ടുമുറ. ഇതിൻ്റെ മുകളിലാണ് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതെടുക്കാൻ പറ്റില്ല, നിങ്ങളെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ കയറാൻ വഴിയില്ല. പിന്നെ ഇത് ഞങ്ങൾ വിളക്കെത്തിക്കുന്ന റൂം എന്ന് പറയും കേട്ടോ. അങ്ങനെ ഓരോ റൂമിന് ഓരോന്നാ പറയുക. ഒന്ന് കോലായ, അത് കഴിഞ്ഞിട്ട് കണ്ണാടി വെച്ചകം, പിന്നെ അവിടെ ഒരു ബെഡ്റൂം, പിന്നെ അത് ഞങ്ങൾ വിളക്കെത്തിക്കുന്ന അകം കേട്ടോ പറയുക. ഇവിടെ ഒരു മേശ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോൾ അമ്മ വായിക്കുന്ന ബുക്കുകളാണ് കേട്ടോ. അമ്മയ്ക്ക് ഇതന്നെയാണ് പണിയൊക്കെ തീർന്നാൽ വായന. അപ്പോൾ ഈ ബുക്കൊന്നും ഇവിടുന്ന് മാറ്റാനൊന്നും സമ്മതിക്കില്ല, അവിടെ തന്നെ വെക്കും. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനോ അയൺ ചെയ്യാനോ ഒക്കെയുള്ള സൗകര്യം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു പൂജാമുറിയല്ല, ഞങ്ങൾ വിളക്ക് ഇവിടെയാണ് കത്തിക്കുക കേട്ടോ. അമ്മ വിളക്കെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. ഏട്ടൻ്റെ കല്യാണ സമയത്താണ് പിന്നെയും മാറ്റം വന്നത്. ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം. പിൻകുട്ടനുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു കേട്ടോ, കണ്ടില്ലേ. ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം. 2 ബെഡ്റൂമേ ഉള്ളൂ ഈ വീട്ടിൽ. ഈ വീട്ടിലാണ് ഞങ്ങളെ 2 കല്യാണം കഴിഞ്ഞതും 2 മരുമക്കൾ കയറി വന്നതും അവർക്ക് മക്കളായതും ഒക്കെ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ചെറുതാണുള്ളൊരു തോന്നിച്ചാൽ ഞങ്ങൾക്ക് തോന്നാറില്ല. പക്ഷെ വേറൊക്കെ കാണുമ്പോൾ തോന്നും, ഓ ഈ ചെറിയ വീട്ടിലെങ്ങനെയാണ് കഴിയുക. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ചെറിയ വീടായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഞങ്ങൾക്കിത് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾക്കിത് കൊട്ടാരമാണ്, ഞങ്ങളെ കൊട്ടാരം. അപ്പം ഇതൊരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏട്ടൻ്റെ വിവാഹ സമയത്ത് മാറ്റിയെടുത്തു. ഇവിടെ വലിയൊരു ഡൈനിങ് ഹാളാക്കി. ഡൈനിങ് ഹാളിൽ തന്നെയാണ് TV ഒക്കെ വെച്ചത്. പിന്നെ ഇത് കണ്ടോ, ഞാൻ ലൈറ്റ് ഇടട്ടെ. കണ്ടില്ലേ, ഇതാണ് ഒലക്കി കേട്ടോ. ഇതിപ്പോൾ കുട്ടിയൊക്കെ ഇഷ്ടമായിട്ട്, ഇതെല്ലാം മേലെയായിരുന്നു, കുട്ടിയൊക്കെ ഇഷ്ടമായിട്ട് എടുത്തു വെച്ചതാണ്. ഇത് പണ്ട് വെറ്റില അടക്കയൊക്കെ ഇങ്ങനെ പൊടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ മുത്തശ്ശൻ്റെ, അതായത് അമ്മയുടെ അച്ഛൻ്റെ ആയിരുന്നു.
അപ്പം അമ്മ അച്ഛൻ എന്ത് ചെയ്തു, അത് എൻ്റെ അച്ഛമ്മയ്ക്ക് കൊടുത്തു, അച്ഛൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ അച്ഛമ്മക്ക് ഇതിലാണ് ഞങ്ങൾ ഇടിച്ചു കൊടുക്കുക കേട്ടോ. അച്ഛമ്മക്ക് കണ്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് ഉൺമേശ, ചെറിയൊരു ഉൺമേശയും ടി വിയും ഒക്കെ ആയിട്ട് ഇത്. പിന്നെ നേരെ വരുന്നതാണ് ഞങ്ങളെ അടുക്കള. ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, കണ്ടില്ലേ അടുക്കള. ഇതാണ് അടുക്കള. ഇതും പിന്നെ മാറ്റിയെടുത്തതാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ അടുക്കള ആ ഭാഗത്തായിരുന്നു, പിന്നെ ഏട്ടൻ്റെ കല്യാണ സമയത്ത് അടുക്കളയൊക്കെ ഇങ്ങോട്ട് മാറ്റിയെടുത്തു. ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് കഞ്ഞി കേട്ടോ ഞങ്ങൾ വെച്ചത്. ഇത് പുഴുക്ക് കണ്ടില്ലേ, ചെറുപയറും കായും കൂടെ പുഴുക്കാണ് ഉണ്ടാക്കിയത്. പിന്നെ ചമ്മന്തി ഉണ്ട്. ഈ കഞ്ഞി ഇലാകുമ്പോൾ വെച്ചേ, ഇത് വിനുക്കുട്ടന് ചോറ് വെച്ചതാണ്. കഞ്ഞി ഇല വെച്ചാൽ കാണുന്നില്ല, അമ്മ എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അടുക്കള. പിന്നെ ഉള്ളത് വർക്ക് ഏരിയ ആണ് കേട്ടോ. ലൈറ്റ് ഇങ്ങനെ ഇട്ട അമ്മ ചീത്ത അറിയും. അമ്മ പറയും ഇത് ലൈറ്റ് ഇടുന്നത് എന്തിനാ ചോദിക്കും. ഇത് വർക്ക് ഏരിയ. ഈ വാഷ് ബേസിനൊക്കെ പിന്നെ അച്ഛൻ മരിച്ച ശേഷം കേട്ടോ വെച്ച്, അമ്മ ഒറ്റയ്ക്ക് ആകുമ്പോഴേ പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഇത് വർക്ക് ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏട്ടൻ്റെ കല്യാണ സമയത്താട്ടോ ഉള്ളിലേക്ക് ഒരു ബാത്റൂം ആക്കിയത്, കുളിക്കാനും എല്ലാം രണ്ടും കൂടെ ഒരു. ആദ്യം പുറത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ഇതെല്ലാം പുറത്തായിരുന്നേ. കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളുടെ വിറക് വര. വിറക് വരയിൽ വിറകൊന്നുമില്ല, കാരണം ഇപ്പോൾ വിറകിൻ്റെ ആവശ്യമില്ല. അമ്മ ഇങ്ങനെ ഗ്യാസിലാണ് വെക്കുക. കണ്ടില്ലേ, കാണുന്നില്ലേ എല്ലാം. പിന്നെ അടുത്ത് തന്നെയാണ് കിണർ കേട്ടോ. ഇതിങ്ങനെ നായൊക്കെ കയറുന്നതുകൊണ്ട് അമ്മ എന്ത് ചെയ്താണ് ഇപ്പോൾ ഒരു അടച്ചുറപ്പാക്കിയതാണ് കേട്ടോ. നായ കയറിയിട്ട് എല്ലാ സ്ഥലത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പിന്നെ അതാണ് ഞങ്ങളെ പണ്ടത്തെ കുളിമുറി, കാണുന്നുണ്ടോ? പണ്ടത്തെ കുളിമുറി, അത് പൊട്ടി വീണു കേട്ടോ ഈ കുളിമുറി. വെച്ചാൽ ഞങ്ങൾ ജനിച്ച സമയത്തൊക്കെ ആ ഒരു സമയത്തൊക്കെ അതായിരുന്നു കുളിമുറി. നല്ല രസമായിരുന്നു അവിടുന്ന് കുളിക്കാനൊക്കെ. ഇപ്പോൾ അവിടെ ഒരു അലക്ക് കല്ലുണ്ട്, അങ്ങനെ ആരും പോവാറില്ല. അമ്മ പറയും ഒരു സാരി മാത്രമാണെങ്കിൽ അവിടെ നിന്ന് അലക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം. പിന്നെ ഇവിടെ ആറിടാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ടോ ചെയ്തിട്ട്. ഇങ്ങനെ പറയുന്നത് എന്താ അറിയോ, ഇത് പഴയ ഒരു വീടായതുകൊണ്ട് അതിൻ്റേതായ ഒരു രീതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗം ഇവിടെയായിരുന്നു ആദ്യം ഞങ്ങളുടെ കക്കൂസ്, അതായത് ടോയ്ലറ്റൊക്കെ വരുന്നത് ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ ടോയ്ലറ്റ് അവിടെ നിന്ന് കളഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. എനിക്ക് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം എന്ന്, വിൻകുട്ടൻ എണീറ്റല്ലോ. എല്ലാവരും എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, ഇവിടെ നിർത്തട്ടെ അല്ലേ.